അമ്പിനും വില്ലിനും മടക്കില്ല എന്ന നിലയിൽ തന്നെ സുധാകരൻ തുടരുമ്പോൾ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന കോൺഗ്രസിന് ഇത് അതിരൂക്ഷമായ പ്രതിസന്ധിയായി മാറുകയാണ്. കോൺഗ്രസിന്റെ സ്ഥിരം മാമൂലുകളൊക്കെ തകർത്തുകൊണ്ട് MP ആയിരിക്കുന്ന ഒരാളെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന കടുത്ത തീരുമാനം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഹൈക്കമാൻഡും കൈക്കൊണ്ടതോടെ സുധാകരൻ ഇടഞ്ഞ മട്ട് തുടരുകയാണ്. വാർത്താ സമ്മേളനം നടത്തി മാധ്യമ പ്രവർത്തകരോട് കോൺഗ്രസിനെ തള്ളിക്കൊണ്ട് സുധാകരൻ സംസാരിച്ചു തുടങ്ങിയാൽ അത് കോൺഗ്രസിന് ഉയർത്തുന്ന ഭീഷണി ചെറുതല്ല. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയങ്ങളിലൊക്കെ അതീവ ജാഗ്രതയോടുകൂടി ക്രിയാത്മകമായി ഇടപെടേണ്ട സമയത്ത് കോൺഗ്രസിനെ സുധാകരൻ തൃശങ്കു സ്വർഗത്തിൽ നിർത്തിയിരിക്കുകയാണ്. തല്ലാനും വയ്യ കൊള്ളാനും കഴിയാതെ തൊണ്ടയിൽ കുടുങ്ങിപ്പോയ എല്ലിൻ കഷ്ണം പോലെ സുധാകരൻ തുടരുമ്പോൾ അനുനയ ചർച്ചകൾ പല ഭാഗത്തും കൊഴുക്കുന്നുണ്ട്. കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കെ സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി നേതൃത്വം നിർണായക നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ച രാത്രി വൈകി ഡൽഹിയിലെ സുധാകരന്റെ ഔദ്യോഗിക ഫ്ളാറ്റായ ഗോദാവരിയിൽ വെച്ച് രണ്ട് മുതിർന്ന നേതാക്കൾ അദ്ദേഹവുമായി ചർച്ച നടത്തി. പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായ സാഹചര്യത്തിൽ സുധാകരൻ കടുത്ത നിലപാടുകളിലേക്ക് കടക്കരുത് എന്ന് നേതാക്കൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു. ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടുനിന്ന ഈ കൂടിക്കാഴ്ചയിൽ ഒരു ലോക്സഭാംഗവും KPCCയിലെ മുതിർന്ന ഭാരവാഹിയുമാണ് പങ്കെടുത്തത്. ഇതിൽ ഒരാൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനാണ് എന്നാണ് വിവരം. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ഇടവേളയിലാണ് ഈ നേതാക്കൾ സുധാകരനെ കാണാനെത്തിയത്. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കണമെന്നും നിലവിൽ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും ഇവർ സുധാകരനോട് ആവശ്യപ്പെട്ടതായാണ് വിവരം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സുധാകരൻ അതീവ അതൃപ്തിയിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചനകളെല്ലാം വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ഒഴികെയുള്ള ചില മണ്ഡലങ്ങളിൽ താൻ നിർദ്ദേശിച്ച പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതാണ് അദ്ദേഹത്തെ പ്രധാനമായും ചൊടിപ്പിച്ചത്. സംസ്ഥാനത്തെ മറ്റ് പ്രധാന നേതാക്കൾക്ക് അദ്ദേഹം നൽകിയ പേരുകൾ പാടെ അവഗണിച്ചുവെന്ന പരാതി സുധാകരൻ ഈ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചു. കൂടാതെ ചർച്ചകൾക്ക് തന്നെ ആരും വിളിച്ചില്ല എന്ന വേദനയും അദ്ദേഹം നേതാക്കളെ അറിയിച്ചതായാണ് റിപ്പോർട്ട്. തന്നെ ആരും ഗൗനിക്കുന്നില്ല എന്ന പരാതി ഉണ്ടെങ്കിലും ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുമെന്നാണ് സുധാകരൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. എന്നാൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും താൻ തയ്യാറല്ല എന്ന കൃത്യമായ സൂചന അദ്ദേഹം ഈ നേതാക്കൾക്ക് നൽകിയിട്ടുമുണ്ട്. നേരത്തെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ചർച്ചകളിൽ തന്നെ ഉൾപ്പെടുത്താത്തതിലുള്ള കടുത്ത അമർഷം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. അതിനിടയിൽ കെ സുധാകരനുമായി സംസാരിച്ചുവെന്നും മത്സരിക്കാൻ താൻ ഒരിക്കലും സീറ്റ് ചോദിച്ചിട്ടില്ല എന്നും NK രാഘവൻ MP കൂടി വ്യക്തമാക്കിയതോടെ സുധാകരൻ തീർത്തും ഒറ്റപ്പെട്ടു. പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് എല്ലാവർക്കും ബാധകമാണ്. ഹൈക്കമാൻഡ് യുക്തിപൂർവമായി തീരുമാനമെടുക്കും. പ്രശ്ന പരിഹാരത്തിനായി ഇടപെടലുകൾ നടത്തും. ഏത് വിഷയമാണെങ്കിലും ഹൈക്കമാൻഡ് പരിഹരിക്കുമെന്നും അന്തിമ തീരുമാനമെടുക്കുന്നത് ഹൈക്കമാൻഡ് ആണെന്നും NK രാഘവൻ MP കൂട്ടിച്ചേർത്തു. കെ സുധാകരനുമായി സംസാരിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിച്ചത്. താൻ ഒരിക്കലും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എന്നും ഇതുമായി ബന്ധപ്പെട്ട് കത്ത് നൽകിയിട്ടില്ല എന്നും തോൽക്കുന്ന സീറ്റെടുത്ത് വിജയിക്കണമെന്ന നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടിരുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ഉണ്ടാക്കാൻ എണ്ണം കൂട്ടണമെന്നായിരുന്നു അതെന്നും NK രാഘവൻ MP പറഞ്ഞു. 3 വർഷം കൂടി MP സ്ഥാനത്ത് ഉണ്ടായിരിക്കുമെന്നും താൻ ഒരിക്കലും സീറ്റ് ആവശ്യപ്പെട്ടിട്ടില്ല. ജയസാധ്യതയുള്ളവർക്ക് സീറ്റ് നൽകണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും UDF സർക്കാർ തിരിച്ചു വരണമെന്നും അതിന് വിജയസാധ്യത അത്യാവശ്യമാണ് എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. തന്നെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല എന്നും കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകൾ വിജയിപ്പിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും തുറന്നു പറഞ്ഞ രാഘവൻ MP മാർ മത്സരിക്കണമോ എന്നത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നും കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ എങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യണമെന്നും കൂട്ടിച്ചേർത്തു. അതീവ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അതും ഇപ്രാവശ്യം കേരളത്തിന് അധികാരം പിടിച്ചില്ല എങ്കിൽ കോൺഗ്രസ് എന്നേക്കുമായി കേരളത്തിൽ നിന്ന് മാഞ്ഞു പോകുമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന അതീവ സങ്കീർണാവസ്ഥയിൽ സ്വന്തം പാർട്ടിയെ ഇത്തരത്തിൽ മുൾമുനയിൽ നിർത്തുന്നത് തന്നെ ഒരു നേതാവിന് ഉചിതമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പാർട്ടിയിലെ ഭിന്നതകളൊക്കെ പരിഹരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ ഒന്നിച്ചു നേരിടേണ്ട ഒരു സമയത്ത് നടത്തിക്കൂട്ടുന്ന ഈ പേക്കൂത്തുകൾ കോൺഗ്രസിന് അതിശക്തമായ തിരിച്ചടിയായി മാറാൻ മാത്രമേ ഉപകരിക്കൂ എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ കടമെടുക്കേണ്ട മറ്റൊരു വാക്കുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതുപോലെ അടുത്ത വട്ടവും കേരളം പിണറായി തന്നെ ഭരിക്കും. കാരണം പിണറായിയുടെ ഐശ്വര്യം സതീശനാണ്. ഇവിടെ ഒരു ചെറിയ തിരുത്ത് വേണം. അടുത്ത വട്ടവും കേരളം ഇടതുപക്ഷത്തെ കൊണ്ട് തന്നെ ഭരിപ്പിക്കും. കാരണം ഇടതുപക്ഷത്തിന്റെ ഐശ്വര്യം തമ്മിൽ തല്ലുന്ന ഒരുമയില്ലാത്ത ഈ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്.